10 കിലോ അരിയും 500 രൂപയുടെ ഇഷ്ടമുള്ള സാധനങ്ങളും നമുക്ക് ലഭിക്കും. 10 കിലോ അരി നേരിട്ടും ഇഷ്ടമുള്ള സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയിട്ട് നമുക്ക് വാങ്ങാവുന്നതുമാണ്. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യ കൂപ്പണും അരിയും നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ നേരത്തെ അടച്ചതു മുതൽ നമുക്ക് 2 തവണയായിട്ട് പ്രീ പ്രൈമറി, LP, UP വിഭാഗങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് 2 തവണയായിട്ട് നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു തവണ ആ ഒരു ഭക്ഷ്യ കിറ്റ് ഇല്ല, പകരം ഒരു ഫുഡ് കൂപ്പണാണ് നൽകുന്നത്. ഫുഡ് കൂപ്പൺ നൽകാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു മുൻ വീഡിയോകളിൽ. കാരണം നമുക്ക് റേഷൻ കടയിലേക്ക് യഥാക്രമം കിറ്റ് എത്തിച്ചു നൽകാൻ സപ്ലൈകോക്ക് കഴിയുന്നില്ല. ആ ഒരു പ്രതിസന്ധി നിലനിൽക്കെ ആണ് സ്കൂളുകളിലേക്കുള്ള കിറ്റ് കൂടി തയ്യാറാക്കി നൽകേണ്ടി വരുന്നത്. ആ ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കുട്ടികൾക്കും കൂപ്പൺ നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ കൂപ്പൺ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യ സാധനങ്ങൾ നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയിട്ട് വാങ്ങാം. അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഉൾക്കൊള്ളുന്ന റേഷൻ കാർഡിന്റെ നമ്പർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും അത്തരമുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. റേഷൻ കാർഡ് നമ്പറും കുട്ടിയുടെ പേരും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അയച്ചു കൊടുക്കാൻ വേണ്ടി ചില സ്കൂളുകളിൽ നിന്ന് പറയുന്നുണ്ട്. ചില സ്കൂളുകളിലാവട്ടെ ഈ ഒരു സാധനത്തിന്റെ വിതരണത്തിന്റെ അന്ന് റേഷൻ കാർഡ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റേഷൻ കാർഡ് നമ്പർ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എന്തായാലും റേഷൻ കാർഡ് നമ്പർ സ്കൂളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി അഥവാ റേഷൻ കാർഡിൽ കുട്ടി ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾ റേഷൻ കാർഡിൽ ഉണ്ടാകും. അവരുടെ ആ ഒരു റേഷൻ കാർഡ് നമ്പർ നൽകിയാൽ മതിയാകും. ഇത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾ തെറ്റാതെ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ടീച്ചർമാരെ അറിയിക്കുക. ഈ ഒരു കൂപ്പൺ കൈപ്പറ്റാൻ പോകുന്ന സമയത്ത് റേഷൻ കാർഡ് നേരിട്ട് സ്കൂളുകളിൽ കൊണ്ടുപോവുക. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 കിലോ അരിയും 300 രൂപയുടെ കൂപ്പണുമാണ് ലഭിക്കുക. LP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 6 കിലോ അരിയും 300 രൂപയുടെ കൂപ്പണുമാണ് ലഭിക്കുക. ഇനി UP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 10 കിലോ അരിയും 500 രൂപയുടെ കൂപ്പണുമാണ് ലഭിക്കുക. ഈ കൂപ്പണിന്റെയും അരിയുടെയും വിതരണം എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒരേ സമയമായിരിക്കില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ ഡിവിഷൻ അടിസ്ഥാനത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക. അപ്പൊ വിതരണം പൂർത്തീകരിക്കാൻ ഒരു സ്കൂളിൽ ഏകദേശം ഒരു 10-20 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. 28 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത്. റേഷൻ കാർഡ് നമ്പർ നമ്മൾ നൽകണം. അത് APL BPL വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു കിറ്റ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് പകരമായിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളും മറ്റ് റേഷൻ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.